ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ SCRTയിലെ 2 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 6ാം ക്ലാസ്സുകാരുടെ ചാപ്റ്റർ ആണ്. അതായത് ഭൂമിയും കഥയും കാര്യവും എന്ന് പറയുന്ന ചാപ്റ്ററും വൈവിധ്യങ്ങളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററും ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അത് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ ഒരുപാട് രേഖകൾ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്നും അതും നമ്മുടെ ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും, അതായത് ഈ ഭൂമിയെ പറ്റി ഇതിനു മുൻപുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നും അങ്ങനത്തെ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു 6ാം ക്ലാസ്സുകാരുടെ യൂണിറ്റ്സിൽ നിന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ 5ഉം 6ഉം യൂണിറ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഭൂമി കഥയും കാര്യവും എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് പോകാം. ഭൂമിയുടെ ആകൃതിയാണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഭൂമിയുടെ ആകൃതി. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാണ്? തെയിൽസ് എന്ന് പറയുന്ന തത്വചിന്തകനാണ്. അതായത് നമ്മുടെ ഭൂമിക്ക് ഗോളാകൃതി, അതായത് ഭൂമി വട്ടത്തിലാണ് എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച തത്വചിന്തകനായിരുന്നു തെയിൽസ് എന്ന് പറയുന്ന തത്വചിന്തകൻ. ഈ തെയിൽസ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് വട്ടാണെന്നും ജനങ്ങൾക്കിടയിൽ എന്താണ് വെറുതെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ഓരോന്ന് പറഞ്ഞു വിടുകയാണെന്നും ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണെന്നും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പാവത്തിനെ പട്ടിണിക്കിട്ട് കൊന്നു എന്നാണ് എന്താണ് ഇതിലൊക്കെ പറയുന്നത്. അതായത് ഗ്രീക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി വേറെയും പല ഗോസിപ്സുകളും കാര്യങ്ങളും ഉണ്ട്. ഏതാണ് യഥാർത്ഥ കഥ എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ 68ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്താണ് ദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാണ്? തെയിൽസ് ആണ്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അത് അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള ഒരു ധാരണയായിരുന്നു, അല്ലെ? അതായത് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു, അത് സത്യം തന്നെയായി. പക്ഷെ ഇത് ജലത്തിൽ, അതായത് നമ്മുടെ ഈ ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി BC 7ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു ആര്? തെയിൽസ്. അപ്പൊ BC അതായത് ബിഫോർ ജീസസ് ക്രൈസ്റ്റ്, BC 7ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകൻ ആരായിരുന്നു? തെയിൽസ് ആയിരുന്നു. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയായിരുന്നു? പൈതഗോറസും അരിസ്റ്റോട്ടിലും കൂടെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് കേട്ടോ. ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? തെയിൽസ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ധാരണ അനുസരിച്ച് അത് ജലത്തിൽ ഭൂമി പൊങ്ങിക്കിടക്കുന്നു എന്നായിരുന്നു. BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു ഈ തെയിൽസ്. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകർ ആരൊക്കെയാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. പൈതഗോറസ് അറിയില്ലേ? മാത്തമാറ്റിക്സിന്റെ പിതാവാണ് കേട്ടോ പൈതഗോറസ്. ബയോളജി അരിസ്റ്റോട്ടിലും. പിന്നെ പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായിട്ട് പിന്താങ്ങിയത് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ, മറ്റൊരു സയന്റിസ്റ്റ്. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായിട്ട് പിന്താങ്ങിയത് കോപ്പർനിക്കസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു എന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആര്യഭടനാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പികമായിട്ടുള്ള ഒരു അച്ചുതണ്ടിലാണ് അത് സ്വയം കറങ്ങുന്നത് എന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടനാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? മഗലൻ എന്ന് പറയുന്ന നാവികനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്നു കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഗോളാകൃതിയിലല്ല നമ്മുടെ ഭൂമി ഉള്ളത് എന്ന് കണ്ടെത്തിയത് സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ഞാൻ നിങ്ങളോട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഭൂമിക്ക് യഥാർത്ഥ റൗണ്ട് ഷേപ്പ് അല്ല എന്നുള്ളത്. അതായത് ഈ ഒരു തരത്തിലാണ് ഭൂമിയുടെ ഷേപ്പ് ഇരിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്ക് എന്ന്
ആര് കണ്ടുപിടിച്ചു? സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുകയുണ്ടായി. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിനെ പറയുന്നത് എന്താണ്? ജിയോയിഡ് എന്നാണ് കേട്ടോ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി ഏതാ? ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പൊ ഭൂമിയുടെ ആകൃതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ജിയോയിഡ് എന്നാണ് കേട്ടോ. അതല്ലാതെ സർക്കിൾ ഷേപ്പ് അങ്ങനെയല്ല. ജിയോയിഡ് ഷേപ്പിലാണ് എന്തുള്ളത്? എന്താണ്? ഭൂമിയുടെ ആകൃതി ഉള്ളത്. അപ്പൊ ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി എന്ന് കരുതുന്നു. ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് ഭൂമിയുടെ ആകൃതി. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തെയിൽസ് ആണ്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. BC 7-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു ആര്? തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായിട്ട് പിന്താങ്ങിയതാരാ? കോപ്പർനിക്കസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു എന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാരാണ്? ആര്യഭടൻ. ഈ ആര്യഭടനാണ് സീറോ കണ്ടുപിടിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അതെ, സീറോ എന്ന് പറയുന്ന സംഖ്യ ഇല്ലേ, അത് കണ്ടുപിടിച്ചത് ആര്യഭടനാണെന്നാണ് പറയുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? മകല്ലേ. പിന്നെ ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? സർ ഐസക് ന്യൂട്ടൺ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി എന്താണ്? ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി. അപ്പൊ ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു, ഇത്രയും കാര്യങ്ങള്. ഇനി കാനഡക്കാരനായ ജീൻ ബെലീവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വെക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ എത്രയാണ്? ഏകദേശം 11 വർഷങ്ങൾ എടുത്തു അദ്ദേഹം ഇത് ചെയ്തു വരാൻ. എങ്ങനെ? കാനഡക്കാരനായ ജീൻ ബെലീവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കപ്പൽ യാത്ര ചെയ്തും ഭൂമി 1 വർഷങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എത്രയാണ്? 40,000 കിലോമീറ്ററോളാണ് കേട്ടോ. ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എന്ന് പറയുന്നത് 40,000 കിലോമീറ്ററോളാണ്. BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ. സ്റ്റേഡിയ എന്ന് പറഞ്ഞാല് ഗ്രീസില് അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് എന്ത്? സ്റ്റേഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം BC 3-ാം നൂറ്റാണ്ടില് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഇറാത്തോസ്തെനീസ് എന്ന് പറയുന്ന തത്വചിന്തകനാണ്. ആരാണ്? കുറച്ച് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പഠിക്കാൻ. ഇറാത്തോസ്തെനീസ് എന്ന് പറയുന്ന തത്വചിന്തകനാണ്. ഇങ്ങനെ BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തെനീസ് എന്ന് പറയുന്നത്. അതിൽ ഈ സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് കേട്ടോ. ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ എന്താണ്? അക്ഷാംശ രേഖകൾ. അതായത് നമ്മളുടെ ഗ്ലോബില്ലേ, അതായത് ഭൂമിയുടെ ഗ്ലോബ്, അതിൽ നെടുകെ കാണുന്ന വരകൾക്ക് അക്ഷാംശ രേഖകൾ എന്നും ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ എന്താ? രേഖാംശ രേഖകളും എന്നാണ് പറയുന്നത്. ഗ്ലോബില് നെടുകെ കാണുന്ന വരകൾ എന്താ? അക്ഷാംശ രേഖകൾ. കുറുകെ കാണുന്നവയാണെങ്കിൽ എന്താ? അത് രേഖാംശ രേഖകളാണ്. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ ആ ഒരു കാര്യം. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. അപ്പോ ഇതെന്താ? കാനഡക്കാരനായ ജീൻ ബെലീവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വയ്ക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ എത്രയാണ്? ഏകദേശം 11 വർഷങ്ങൾ എടുത്താണ് അദ്ദേഹം അത് പൂർത്തിയാക്കിയത്. ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എത്രയാ? 40,000 കിലോമീറ്റർ.
BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണ അളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഇറാത്തോസ്തനീസ് എന്ന് പറയുന്ന തത്വചിന്തകനാണ്. അതിൽ സ്റ്റേഡി എന്താണ്? ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ്. ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ എന്താണ്? അക്ഷാംശ രേഖകൾ. ഗ്ലോബിൽ കുറുകെ കാണുന്നവയാണെങ്കിലോ അത് രേഖാംശ രേഖകൾ എന്നറിയപ്പെടുന്നു. അടുത്തത് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ എന്തായിരുന്നു? ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകളാണ് അക്ഷാംശ രേഖകൾ. അപ്പൊ ഈ നെടുകെ കാണുന്ന വരകൾ എന്താ നമ്മുടെ അതായത് അതിന്റെ സ്ഥാനം എന്താണ് ഗ്ലോബിൽ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് എന്ത്? അക്ഷാംശം എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം എന്താണ്? അതിനെ പറയുന്നതാണ് അക്ഷാംശം. ഇത്തരത്തിലുള്ള ഓരോ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾക്ക് പറയുന്ന പേരെന്താണ്? അക്ഷാംശ രേഖകൾ. ഇത്തരത്തിലുള്ള ഓരോ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ എന്താണ്? അക്ഷാംശ രേഖകൾ എന്നാണ്. ഭൂമിയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡ് അറിയപ്പെടുന്നത് എന്താ? അച്ചുതണ്ട്. അതായത് അങ്ങനെ ഒരു സാങ്കല്പിക അച്ചുതണ്ടിലാണ് ഭൂമി കറങ്ങുന്നത് എന്ന് ആര്യഭടൻ പറഞ്ഞിരുന്നു. അപ്പോ ഭൂമിയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡിനെ പറയുന്നത് എന്താണ്? അച്ചുതണ്ട് എന്നാണ്. ഗ്ലോബിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന അക്ഷാംശ രേഖ ഏതാണ്? അത് ഭൂമധ്യരേഖ. അപ്പോ മധ്യഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ്? ഭൂമധ്യരേഖയാണ്. സാങ്കല്പിക ദണ്ഡ് ഏതാണ്? അച്ചുതണ്ടാണ്. ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശ രേഖ ഏതാണ്? അതും ഭൂമധ്യരേഖയാണ് കേട്ടോ. ഗ്ലോബിന്റെ മധ്യഭാഗത്തായിട്ടും പിന്നെ വലിപ്പമേറിയ അക്ഷാംശ രേഖയും ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാ? 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രിയാണ് കേട്ടോ. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശം ഏതാണ്? ഉത്തര ധ്രുവമാണ്. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശം ഏതാ? ഉത്തര ധ്രുവം. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്ക് കാണുന്നതാണെങ്കിലോ, അതായത് തെക്ക് കാണുന്ന അക്ഷാംശമാണെങ്കിലോ അത് ദക്ഷിണ ധ്രുവമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മോൾ ഭാഗത്ത് അങ്ങനെ നേരെ നോക്കുക, നമ്മുടെ തല പൊന്തിച്ചു നോക്കുന്നത് എങ്ങോട്ടാണ്? വടക്കോട്ടാണ്. അപ്പൊ ഇതാണ് വടക്ക് കാണുന്ന അക്ഷാംശം ഏതാണ്? ഉത്തര ധ്രുവം. ഭൂമധ്യരേഖ തെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുനിഞ്ഞ താഴേക്ക് കുനിയ, ദക്ഷിണ കൊടുക്കാൻ വേണ്ടി താഴേക്ക് കുനിയ, അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു നോക്കുക. അതായത് എന്താണ് നമ്മള് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു ദൈവത്തിന്റെ വിഗ്രഹം മുന്നിലിരിക്കാൻ നമ്മൾ നേരെന്താ മുകളിലേക്ക് തല പൊന്തിക്കും. അതായത് വടക്കോട്ട് നോക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക്. സാങ്കല്പിക ആട്ടോടെ. അതായത് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത്, അതായത് മാത്സിൽ നമ്മൾ എന്താണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് രാജു അങ്ങോട്ട് വടക്കോട്ട് തിരിഞ്ഞു എന്താണ് മുന്നോട്ട് ഒരു 5 മീറ്റർ നടന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ ആദ്യം വടക്ക്, തെക്ക്, എന്താണ് പിന്നെ പടിഞ്ഞാറ്, കിഴക്ക് അങ്ങനെ വരയ്ക്കുമല്ലോ. എന്താണ് എന്നിട്ട് ഇങ്ങനെ തന്നെ രാജു 1 മീറ്റർ എന്താണ് ഇതിലോട്ട് അതായത് വടക്കോട്ട് പോയി. അപ്പൊ നമ്മൾ എന്താ നേരെ മുകളിലേക്ക് വരച്ചു നോക്കും. അങ്ങനെയല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് കാണുന്നെന്ന് പറയുമ്പോൾ, വടക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മേളിലേക്ക് എന്താണ് സങ്കല്പിക്കുക. അപ്പൊ എന്താ അത് ഉത്തര ധ്രുവമാണ്. ഭൂമധ്യരേഖയിൽ തെക്ക് എന്ന് പറയുമ്പോൾ താഴേക്ക്. അപ്പൊ നമ്മൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി താഴേക്ക് നോക്കുക. അപ്പൊ അതെന്താണ്? തെക്ക് ദക്ഷിണ ധ്രുവമാണ്. അപ്പം ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്ക് കാണുന്ന അക്ഷാംശം ഏതാണ്? ദക്ഷിണ ധ്രുവം. ഇനി 62.5 വടക്ക് അക്ഷാംശം എന്താണ്? ആർട്ടിക് വൃത്തമാണ്. 62.5 വടക്ക് അക്ഷാംശം ആർട്ടിക് വൃത്തവും 62.5 തെക്ക് അക്ഷാംശം എന്താ? അന്റാർട്ടിക് വൃത്തവുമാണ്. 62.5 വടക്ക് ആണെങ്കിൽ ആർട്ടിക് വൃത്തം, 62.5 തെക്ക് അക്ഷാംശമാണെങ്കിൽ അന്റാർട്ടിക് വൃത്തം. ഇനി 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശമാണെങ്കിൽ ഉത്തരയാന രേഖ. 23.5 ഡിഗ്രി
വടക്ക് അക്ഷാംശമാണെങ്കിൽ ഉത്തരയാന രേഖ 23.5 ഡിഗ്രി, തെക്ക് അക്ഷാംശമാണെങ്കിലോ ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി, തെക്ക് അക്ഷാംശമാണെങ്കിൽ ദക്ഷിണായന രേഖ. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് വടക്ക് അക്ഷാംശ രേഖകൾ എന്നാണ്. എങ്ങനെ? ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് വടക്ക് അക്ഷാംശ രേഖകൾ എന്നാണ്. സോറി. അപ്പോ ഒന്നും കൂടി നോക്കാം. അക്ഷാംശ രേഖകൾ എന്തൊക്കെയാണെന്ന്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമ ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം എത്രയാണ്? അക്ഷാംശം. ഇത്തരത്തിലുള്ള ഓരോ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ ഏതാണ്? അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡ് അറിയപ്പെടുന്നത് എന്താ? അച്ചുതണ്ട് എന്നാണ്. ഗ്ലോബിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന അക്ഷാംശ രേഖ ഏതാ? ഭൂമധ്യരേഖ. ഏറ്റവും വലുപ്പമേറിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാണ്? 0 ഡിഗ്രി. ഇനി ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശ രേഖ ഏതാണ്? അക്ഷാംശം ഏതാണ്? ഉത്തരധ്രുവം. ഭൂമധ്യരേഖ 90 ഡിഗ്രി തെക്ക്, തെക്ക് എന്ന് പറയുമ്പോൾ താഴോട്ട് കുനിഞ്ഞു നിന്ന് ദക്ഷിണ കൊടുക്കുക, അപ്പൊ എന്താ? ദക്ഷിണ ധ്രുവം. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്ക് കാണുന്ന അക്ഷാംശം ദക്ഷിണ ധ്രുവം. 66 ഡിഗ്രി വടക്ക് അക്ഷാംശം ആർട്ടിക് വൃത്തവും 66 ഡിഗ്രി തെക്ക് അക്ഷാംശം അന്റാർട്ടിക് വൃത്തവുമാണ്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശവും 23.5 തെക്ക് അക്ഷാംശവും ഏതാണ്? ദക്ഷിണയായന രേഖയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? വടക്ക് അക്ഷാംശങ്ങൾ എന്നാണ്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒരു പോയിന്റ് കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് തെക്ക് അക്ഷാംശങ്ങൾ എന്നാണ് കേട്ടോ. ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? തെക്ക് അക്ഷാംശങ്ങൾ എന്നാണ്. ഒന്നുകൂടി, ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് തെക്ക് അക്ഷാംശങ്ങൾ എന്നാണ്. എന്താണ് ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് എന്താ? നമ്മളിപ്പോ മുന്നേ പറഞ്ഞത് അത് വടക്ക് അക്ഷാംശങ്ങളാണ്. ഉത്തരാർദ്ധത്തിലാണെങ്കിൽ വടക്കും ദക്ഷിണാർദ്ധത്തിലാണെങ്കിൽ തെക്കും. അങ്ങനെ പറയാം. സിമ്പിൾ ആയിട്ട് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന മാതിരി പഠിച്ചാൽ ഓർത്തു വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വടക്കും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ തെക്കും. എന്തിന്റെ കാര്യത്തിൽ? അക്ഷാംശങ്ങളുടെ കാര്യത്തിൽ കേട്ടോ. ഇനി രേഖാംശ രേഖകൾ. അക്ഷാംശം കഴിഞ്ഞു, ഇനി നമുക്ക് രേഖയിലേക്ക് പോകാം. രേഖാംശ രേഖകൾ എന്താന്ന് നോക്കാം. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഗ്ലോബില് ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകൾക്ക് പറയുന്നതാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന്. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ. അതായത് അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ടാണ് എന്ത്? ഈ രേഖാംശ രേഖകൾ വരച്ചിട്ടുള്ളത്. അതായത് വക്രരേഖകളായിട്ടാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഇനി 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് എന്താ? മാനക രേഖാംശം എന്നാണ്. എങ്ങനെ? 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് മാനക രേഖാംശം എന്നാണ്. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം എത്രയാണ്? രേഖാംശം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം രേഖാംശം. മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? അത് ഈ രേഖാംശ രേഖകളാണ്. മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? രേഖാംശ രേഖകൾ. മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. എങ്ങനെ? മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതമാണ് രേഖാംശങ്ങൾ ഉള്ളത്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും കിഴക്ക് രേഖാംശങ്ങൾ എന്നാണ്. രേഖാംശ രേഖകൾ എന്നാണ്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് കിഴക്ക് രേഖാംശ രേഖകൾ എന്നും, പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് എന്താണ്? പടിഞ്ഞാറ് രേഖാംശ രേഖകളും എന്നാണ്. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്താണ്? അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്.
ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. എങ്ങനെ? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നതോ 68 ഡിഗ്രി കിഴക്കിനും 38 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി കിഴക്കിനും 38 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. മാറിപ്പോരുത് കേട്ടോ. അക്ഷാംശമാണെങ്കിൽ എന്താണ് ഇങ്ങനെ ഓർത്തു വെക്കുക. അക്ഷാംശം തുടങ്ങുന്നത് ഒറ്റ സംഖ്യയിലാണ്, അതായത് 8 ഡിഗ്രി വടക്കിനും പിന്നെ 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. പക്ഷെ രേഖാംശം തുടങ്ങുന്നത് ഇരട്ട സംഖ്യയിൽ തന്നെയാണ്. ഇന്ത്യയുടെ രേഖാംശ രേഖസ്ഥാനം 68 ഡിഗ്രി കിഴക്കിനും 38 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ പറയുന്നത് എന്താണ്? ഭ്രമണം എന്നാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭ്രമണമാണ്. ഭൂമിയിൽ പകലും രാത്രിയും നമുക്ക്, അതായത് പകലും രാത്രിയും മാറി മാറി വരുന്നതിന് കാരണം ഈ ഭ്രമണമാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 24 മണിക്കൂർ. പക്ഷേ എന്താണ് 2023 തുടങ്ങിയ ടൈമിൽ പറഞ്ഞിരുന്നു 23 മണിക്കൂറേ ഇപ്പൊ ഭൂമി എടുക്കുന്നുള്ളൂ എന്നാണ്. അതായത് കറക്റ്റ് 24 മണിക്കൂറോളം വരുന്നില്ല എന്നാണ്. പക്ഷെ അടിസ്ഥാന സംഖ്യ എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് കേട്ടോ. അപ്പൊ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂറാണ്. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ത്? ഭൂമിയുടെ ഭ്രമണത്തിന്റെ ദിശ എന്ന് പറഞ്ഞത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. അപ്പൊ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതിനാലാണ് എന്ത്? സൂര്യൻ കിഴക്കുദിച്ച് എവിടെ അസ്തമിക്കുന്നത്? പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നതാണ് പരിക്രമണം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടില് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ എന്താ? സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നത് കൊണ്ട് പരിക്രമണം എന്നും അതിന് പറയുന്നു. രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണ് രേഖാംശ രേഖകൾ. 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് മാനക രേഖാംശം എന്നും, മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം രേഖാംശം. മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? രേഖാംശ രേഖകൾ. മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് കിഴക്ക് രേഖാംശ രേഖകൾ എന്നാണ്. പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് എന്താ? പടിഞ്ഞാറ് രേഖാംശ രേഖകൾ എന്നും. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. അതായത് അക്ഷാംശ സ്ഥാനം തുടങ്ങുന്ന ഒറ്റ സംഖ്യയിലാണ് എന്ന് ഉറപ്പിക്കുക കേട്ടോ. അപ്പൊ 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയില്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണെങ്കിൽ ഇരട്ട സംഖ്യയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 68 ഡിഗ്രി കിഴക്കിനും 38 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. എന്താ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി എന്താണ് ഈ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞത് ഞാനിപ്പോ ഇത് ഉദ്ദേശിച്ചാണ് കേട്ടോ. ഒരൊറ്റ ഡിജിറ്റേ ഉണ്ടാവുള്ളൂ എന്നാണ്. അല്ലാതെ മാത്സിലെ എന്താണ് ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്താണ് വിചാരിക്കരുത്. ഇപ്പൊ അക്ഷാംശ സ്ഥാനം എന്താ? 8 ഡിഗ്രിയിലാണ് തുടങ്ങുന്നത്. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ ആകെ കൂടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. 8ന്റെ കൂടെ പങ്കാളികൾ ആരുമില്ല. പക്ഷെ 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് വടക്കുകൾക്കിടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് രേഖാംശ സ്ഥാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? 2 സംഖ്യകൾ കൂടിയിട്ട്, അത് 6ഉം 8ഉം കൂടിയിട്ടാണ് 68 ഡിഗ്രി. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തന്നാണ്. മാത്സിലെ രീതിയിലുള്ള ടിപ്പാണെന്ന് വിചാരിക്കരുത്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ പറയുന്നത് എന്താണ്? ഭ്രമണം. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭ്രമണമാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 24 മണിക്കൂറാണ്. ഇനി ഭൂമിയുടെ ഭ്രമണത്തിന്റെ ദിശ എന്താണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്.
ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? പരിക്രമണം. അപ്പൊ ഈ ഒരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവല്ലേ? നെക്സ്റ്റ് പാർട്ട് ഏതാണ്? ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാൻ കാരണം എന്താണ്? പരിക്രമണമാണ്. ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം പരിക്രമണമാണ്. ഇനി ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത എത്രയാണ്? 96,000 km/h ആണ് കേട്ടോ. എങ്ങനെ? ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത 96,000 km/h ആണ്. ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാൻ കാരണം എന്താണ്? പരിക്രമണം. ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത എത്രയാണ്? 96,000 km/h. ഇത് ഓക്കെ അല്ലേ? നമ്മള് രേഖാംശ രേഖകൾ ഇതോടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിവർഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എത്രയാ? 365 ദിവസങ്ങളാണ് വേണ്ടത് കേട്ടോ. ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 365 ദിവസങ്ങളാണ്. ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണ് ഉള്ളത്. ഒരു വർഷത്തിന് എത്രയാണ്? 365 ദിവസങ്ങളാണുള്ളത്. ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ ഒരു വർഷം 365 ദിവസമാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്. വെറും തുച്ഛമായിട്ടുള്ള അതായത് ദിവസങ്ങളാണ് ഈ 365 ദിവസം. ഒരു ദിവസം 24 മണിക്കൂറും ഉണ്ടാകും. അത്രയും വർഷങ്ങളെ എന്താണ്, അങ്ങനെയാണ് ഓരോ വർഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നത് വെറും 365 ദിവസങ്ങൾ കൊണ്ട്. അപ്പം കുറച്ച് നാളല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ്, അതിനനുസരിച്ച് നമുക്ക് നല്ലത് മാത്രം ചെയ്ത് നന്മ മാത്രം ചെയ്ത് ഭൂമിയിൽ കഴിയാൻ ശ്രമിക്കാം. ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണുള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. അതായത് ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എത്രയാ? 365 ദിവസങ്ങളാണെന്ന് പറഞ്ഞു. അതിന് 365 ദിവസങ്ങളാണെന്ന് പറഞ്ഞു. ഇതിൽ ഈ കാലം എടുത്തിട്ടേ ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായിട്ടാണ് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 4 വർഷം കൂടുമ്പോൾ ഒരു പൂർണ്ണ വർഷമായിട്ട് ഇത് പരിഗണിക്കുമ്പോൾ എത്ര ആകും? 366 ദിവസങ്ങളായിട്ട് മാറും. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകുന്നതാണ് അതിവർഷം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് എന്താണ് ന്യൂസിലൊക്കെ ഇങ്ങനെ കേൾക്കില്ല, എന്താണ് ഈ കൊല്ലം അതിവർഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കേൾക്കില്ലേ? അതേപോലെ തന്നെ അതായത് ന്യൂ ഇയറിന്റെ സമയത്ത് ന്യൂസ് ഒക്കെ വെച്ച് നോക്കിയാൽ അതിവർഷമാണ്. അപ്പൊ അതിവർഷത്തിൽ എത്രയുണ്ട്? നമുക്ക് ഒരു ദിവസം കൂടെ കൂട്ടി കിട്ടുന്നുണ്ട്. 366 ദിവസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം എങ്ങനെ? അതിവർഷം എന്ന് പറഞ്ഞാൽ ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എത്രയാ? 365 ദിവസങ്ങളാണ്. ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണുള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ത്? അതിവർഷം എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട് എല്ലാവർക്കും ഓക്കെ ആയില്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ഏതാണ്? വൈവിധ്യങ്ങളുടെ ലോകം. അതാണ് അടുത്ത ലെസൺ എന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആണ് ഏത്? വൈവിധ്യങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആണ് വൈവിധ്യങ്ങളുടെ ലോകം. എന്താണ് വൈവിധ്യങ്ങളുടെ ലോകം? നമുക്ക് നോക്കാം. ജസ്റ്റ് എ മിനിറ്റ്. വൈവിധ്യങ്ങളുടെ ലോകം നമ്മളുടെ ഭൂമിയില് പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, പലതരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ് എന്ത്? വൈവിധ്യങ്ങളുടെ ലോകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് വൈവിധ്യങ്ങളുടെ ലോകം? അതിലേക്ക് കിടക്കാം. എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് കരുതുന്നു. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തും ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കാലാവസ്ഥാ മേഖലകൾ എന്നാണ്. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാലാവസ്ഥാ മേഖലകൾ എന്നാണ്.
പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ്? ആഫ്രിക്കയിലെ കോങ്കോങ് നദീതടമാണ്. പിഗ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു ട്രൈബൽ വിഭാഗമാണ്, ഒരു ആദിവാസി ഗോത്ര വിഭാഗമാണ്. അപ്പൊ അവർ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ അധിവാസ മേഖല ഏതാണ്? ആഫ്രിക്കയിലെ കോങ്കോങ് നദീതടമാണ് കേട്ടോ. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം ഏതാണ്? കസാവ. കസാവ എന്ന് പറയുന്നത് നമ്മുടെ മരച്ചീനി, അതാണ് അവരുടെ കപ്പ. അതാണ് അവരുടെ എന്താണ് മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത്. കോങ്കോ നദീതടത്തിലെ സവിശേഷതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ സവിശേഷതയാണ് ഈ കോങ്കോ നദീതടത്തിലുള്ളത്? വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം ഉണ്ടാകും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങളാണ് എവിടെ ഉള്ളത്? കോങ്കോ നദീതടത്തിൽ ഉള്ളത്. വൈവിധ്യമാർന്ന ജന്തുക്കളും അവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് കോങ്കോ നദീതടത്തിന്റെ സവിശേഷതകൾ പറയുന്നത്. ഇനി ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽ പറഞ്ഞ കാലാവസ്ഥ സവിശേഷതകൾക്ക് കാരണം. അപ്പൊ ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? ഈ ആഫ്രിക്കയിലെ കോങ്കോ നദീതടം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മേൽ പറഞ്ഞ കാലാവസ്ഥ സവിശേഷതകൾക്ക് കാരണം ഉണ്ടാവുന്നത്. മലേഷ്യയിലെ ഗോത്രവർഗക്കാർ സെമാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മലേഷ്യയിലെ ഗോത്രവർഗക്കാരെ എന്താണ് പറയുന്നത്? സെമാങ്കുകൾ എന്നാണ്. ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാരാണെങ്കിൽ കുബുവും പിന്നെന്താ ദയാക്കും കുബുവും. ഇതാണ് ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാർക്ക് പറയുന്ന പേര്. ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ്? മധ്യരേഖ കാലാവസ്ഥ. ഭൂമധ്യരേഖയിൽ നിന്നും 10% തെക്കും 10% വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയ്ക്ക് പറയുന്നത് ഏതാണ്? മധ്യരേഖ കാലാവസ്ഥ മേഖല. നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷതകളാണ്. എന്ത്? നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ സവിശേഷതകളാണ്. നമുക്ക് ഈ പേജ് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? വൈവിധ്യങ്ങളുടെ ലോകം എന്ന് തുടങ്ങുന്നതിന്റെ ആദ്യം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാലാവസ്ഥ സവിശേഷതകൾ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കാലാവസ്ഥ മേഖലകൾ എന്നാണ്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം ഏതാണ്? കസാവ, അതായത് മരച്ചീനി. കോങ്കോ നദീതടത്തിലെ സവിശേഷതകൾ എന്താ? വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴയും, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങളും വൈവിധ്യമാർന്ന ജന്തുക്കളും. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥകൾക്ക് എന്താണ് കാലാവസ്ഥ സവിശേഷതകൾക്ക് കാരണം എന്ന് പറയുന്നത്. മലേഷ്യയിലെ ഗോത്രവർഗക്കാർ അറിയപ്പെടുന്നത് എന്താണ്? സെമാങ്കുകൾ. ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാരാണെങ്കിൽ കുബു, ദയാക്ക്. പിന്നെ ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ്? മധ്യരേഖ കാലാവസ്ഥ മേഖല. നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ എന്താണ്? സവിശേഷതകളാണ്. അപ്പൊ ഈ ഒരു ഭാഗം എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മധ്യരേഖ കാലാവസ്ഥ മേഖലയെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം, തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ. ഇതൊക്കെയാണ് മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടവും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ. ഇതൊക്കെയാണ് മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ. മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? മഹാഗണി, എബണി, റോസ്വുഡ്.
മഹാഗണിയും എബണിയും റോസ്വുഡുമാണ് മധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങൾ. നിങ്ങൾ ഈ മഹാഗണി മരങ്ങൾ നമ്മുടെ ഇവിടെയും ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മഹാഗണി മരത്തിന്റെ ഉണങ്ങിയ ഇല എടുത്ത് നിങ്ങളൊന്ന് കാറ്റിൽ പറത്തി നോക്കിക്കേ. അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വീഴുന്നത് കാണാം. അത് വീഴുന്ന സാധാരണ ഇലകൾ വീഴുന്ന പോലെ അല്ലെങ്കിൽ കറങ്ങി കറങ്ങി കറങ്ങിയാണ് വീഴുന്നത്. അതൊരു എന്താണ് എനിക്കൊരു കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു. അപ്പൊ ഒരുപാട് ഇലകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ എയറോപ്ലെയിൻ ഉണ്ടാക്കി പറത്തി വിടൂലേ, അതേപോലെ നമുക്ക് തോന്നും. നല്ല ഭംഗിയിലാണ് അതിങ്ങനെ വീഴുന്നത് കാണാൻ. അപ്പം ഇനി മഹാഗണി മരത്തിന്റെ എന്താണ് ഇലകൾ എവിടെയെങ്കിലും പൊഴിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങൾ എന്താണ്? മഹാഗണി, എബണി, ക്ലോസ്. മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിന് ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാൻ ലഭിക്കുന്നതിനാലല്ല മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല എന്നാണ് പറയുന്നത്. അവിടെ മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ വനങ്ങളിലെ മരങ്ങൾ എന്താണ്? ഇല പൊഴിക്കാറില്ല. ഇനി ഞാൻ വിചാരിച്ചത് ലഭിക്കാത്തത് കൊണ്ടായിരിക്കും ഇല പൊഴിക്കാറില്ല എന്ന്. പക്ഷെ ഞാൻ ശരിക്കും നോക്കുമ്പോ ഇനി എന്റെ മിസ്റ്റേക്ക് ആണോ നോക്കുമ്പോൾ ബുക്ക് റെഫർ ചെയ്തപ്പോഴും ഇത് തന്നെയാ പറയുന്നത് കേട്ടോ. അതായത് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല എന്ന് പോലും. അപ്പോ അങ്ങനെയായിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. ഇനി അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ വനങ്ങളെ എന്താണ്? മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആമസോൺ ഒക്കെ എന്താണ്? മധ്യരേഖ നിത്യഹരിത വനങ്ങളാണ് കേട്ടോ. മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങളാണ് ആൾക്കുരങ്ങുകൾ, ലെമർ, ഒറാഗൂട്ടാൻ തുടങ്ങിയ കുരങ്ങു വർഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയവ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ. ഇതൊക്കെയാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ആൾക്കുരങ്ങുകൾ, ലെമ്മർ, ഒറാങ്കൂട്ടാൻ തുടങ്ങിയ കുരങ്ങു വർഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് കഴിച്ച സ്പോട്ടിൽ മരിക്കുന്ന തരത്തിലുള്ള വിഷങ്ങളുള്ള പാമ്പുകളൊക്കെ ആമസോൺ കാടുകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയവ ഇപ്പൊ ആമസോൺ കാടുകളിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം വെള്ളം പോലും കുടിക്കാൻ നമുക്ക് സാധിക്കില്ല. കണ്ണ് കാണില്ല. അതാണ് വേറെ. അതായത് ഈ സൂര്യപ്രകാശം നേരെ എന്താ ചെയ്യുന്നത്? ആ മരങ്ങളുടെ ഇലയിലേക്കാണ് വീഴുന്നത്. ഇലകള് പൂത്തു നിൽക്കുന്നത് ഗ്യാപ്പ് ഇല്ലാതെയാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് ഈ ഇലകൾ ഇങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള മഴയും അതേപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? സൂര്യപ്രകാശവും കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഇലകൾ ഒട്ടും പൊഴിയുന്നുമില്ല. അപ്പൊ അപൂർവമായിട്ട് പൊഴിഞ്ഞാൽ പൊഴിഞ്ഞു, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് പോലും കാണൂല. അമ്മാതിരി ഇരുട്ടായിരിക്കും. പണ്ട് നമ്മൾ കുറെ നാൾക്ക് മുന്നേ ആമസോൺ കാടുകളിൽ പ്ലെയിൻ തകർന്ന് കുറച്ച് കുട്ടികൾ അകപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ദൗത്യങ്ങളും, അതായത് എന്താണ് സംഘടിപ്പിക്കുകയും അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ദൗത്യത്തിന് ഒരു പേരുണ്ടായിരുന്നു. ഞാനത് ഓർക്കുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പറയാട്ടോ. അപ്പോ അവിടെ എന്താ, ആ കുട്ടികൾ അതിൽ അതിജീവിക്കാൻ, അതായത് ആമസോൺ കാട്ടിലാണ് അവർ വീണത്. അവരുടെ അമ്മ മരിച്ചിരുന്നു. അവർ 3 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് കൈക്കുഞ്ഞായിരുന്നു. അപ്പൊ അവർ ആമസോൺ കാട്ടിൽ അകപ്പെട്ടപ്പോൾ അവർക്ക് അവിടെ അതിജീവിക്കാൻ എത്രയോ ഒരു 3-4 ദിവസത്തോളം അവർ അവിടെ അതിജീവിച്ചു. അപ്പോ അതിജീവിക്കാൻ കാരണം ആ കുട്ടികൾക്ക് കാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാട്ടിൽ അകപ്പെട്ടാൽ എന്താണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിന്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആരെടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു? ഈ കുട്ടികളുടെ അച്ഛൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം എന്താ, ആ കുട്ടികൾക്ക് അവിടെ ആ പിഞ്ചു കുഞ്ഞിനെയും വെച്ച് അവർക്ക് എന്ത് പറ്റി? അതിജീവിക്കാൻ സാധിച്ചു. അതായത് അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു കാണും. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാതിരിക്കാം, എങ്ങനെ ശ്രദ്ധിക്കാം, അങ്ങനെ ഇങ്ങനെ. പക്ഷെ കൂരിരുട്ടുകളായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചില ഇലകൾക്കിടയിൽ കൂടെ ഇങ്ങനെ വെട്ടം കാണുമ്പോൾ ആ വെട്ടം അനുസരിച്ചാണ് അവര് നീങ്ങിക്കൊണ്ടിരുന്നത്.
കാട്ടിൽ കൂടെ കൈ കോർത്ത് പിടിച്ചിട്ട് ലാസ്റ്റ് അവരെ രക്ഷിക്കാൻ കഴിയൂല, അവരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ കുട്ടികളുടെ ഗ്രാൻഡ് മദർ, അതായത് മുത്തശ്ശി പറയുണ്ടായി, എന്താ, കാടിനറിയുന്ന മക്കളാണ്, അവരവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതായത് കാടറിയുന്ന മക്കളാണ്, കാടിനെ അറിയുന്ന മക്കളാണ്, അപ്പോ അവരവിടെ തന്നെ ഉണ്ടാവും, അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കണ്ടെത്തി, അവർ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ആ ഒരു സംഭവത്തോട് കൂടിയാണ് ഈ ആമസോൺ കാടുകൾ, അതിനു മുന്നേ ചർച്ചയായിട്ടുണ്ട് പല കാര്യങ്ങളും, പക്ഷെ ആ ഒരു സംഭവത്തോടു കൂടി കുറച്ചും കൂടി ആമസോൺ കാടുകൾ എന്താണ് ചർച്ചകളിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടുത്തെ പ്രത്യേകതകളാണ് ഇതൊക്കെ. എന്താണ്, മധ്യരേഖ നിത്യഹരിത വനങ്ങളിൽ പെടുന്നതാണ് ആമസോൺ കാടുകൾ. അവിടുത്തെ പ്രധാന ജന്തുജാലങ്ങളാണ് ആൾക്കുരങ്ങുകൾ, ലെമ്മർ, ഒറാങ്കൂട്ടാൻ തുടങ്ങിയ കുരങ്ങു വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയവ പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ ഒക്കെ. ഇനി മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ. മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ കൃഷിയും ഖനനവും വ്യവസായവും ഒക്കെ നടക്കുന്ന പ്രദേശങ്ങളാണ് ബ്രസീല്, മലേഷ്യ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെ കേട്ടോ. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ആമസോൺ നദീതടമാണ്. എവിടെയാണ് ആമസോൺ നദീതടം? തെക്കേ അമേരിക്ക. അപ്പൊ ലോകത്തിലെ ഏറ്റവും വിശാലവും വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ കേട്ടോ, മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആമസോൺ നദീതടം, തെക്കേ അമേരിക്ക. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ആമസോണിലെ ജൈവ വൈവിധ്യത്തിനു കാരണമാകുന്നത്. ഉയർന്ന പകൽ ചൂടും, പകല് നല്ല ചൂടായിരിക്കും ആമസോൺ കാടുകളിൽ. അപ്പൊ ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ആമസോണിലെ ജൈവ വൈവിധ്യത്തിനു കാരണം. ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ ആരൊക്കെയാണ്? ഉഷ്ണ മരുഭൂമിയിൽ ജീവിക്കുന്നവർ എന്താണ്, കാലാഹാരിയിലെ ബുഷ്മൻ, അതെ ബുഷ്മൻ ട്ടോ, കാലാഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ, പശ്ചിമ സഹാറിലെ തൊറാങ്ക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. അപ്പൊ ആരൊക്കെയാണ് ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ? കാലാഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ, പശ്ചിമ സഹാറയിലെ തൊറാങ്ക് വംശജർ, പിന്നെ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇവരൊക്കെയാണ് ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗം ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം, തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെയാണ്. മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങൾ മഹാഗണി, എബണി, റോസ്വുഡ്. മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നു. മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? ആൾക്കുരങ്ങുകൾ, ലെമ്മർ, ഒറാങ്കൂട്ടാൻ തുടങ്ങിയ കുരങ്ങു വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയവ പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ. മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ആമസോൺ നദീതടം, തെക്കേ അമേരിക്ക. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ആമസോണിലെ ജൈവ വൈവിധ്യത്തിനു കാരണം. ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ ആരൊക്കെയാണ്? കാലാഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ, പശ്ചിമ സഹാറിലെ തൊറാങ്ക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇവരൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകും. അടുത്തത് ഉഷ്ണ മരുഭൂമികൾ. പിന്നെ ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുമ്പോൾ ചൂട് കൂടിയ മരുഭൂമികൾ. അപ്പൊ ഉഷ്ണ മരുഭൂമികളും വൻകരകളുമാണ്. സഹാറ
സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? സഹാറ സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയും ഏഷ്യയിലാണ്. ഗ്രേറ്റ് ആസ്ട്രേലിയൻ മരുഭൂമി ഏതാണ്? തെക്കേ അമേരിക്കയിലാണ്. മെഹവ് എന്ന് പറയുന്നതോ വടക്കേ അമേരിക്കയിലാണ്. അപ്പൊ ഇതാണ് എന്താണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. സഹാറ, കലഹാരി, അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി, അറ്റാക്കാമ, പിന്നെ മെഹവ്. ഇതില് എന്താണ് സഹാറ എവിടെയാ? ആഫ്രിക്കയില്. കലഹാരി എവിടെയാ? അതും ആഫ്രിക്കയില്. അപ്പൊ സഹാറ, കലഹാരി ഇവർ രണ്ടുപേരും പെയറായിട്ട് ആഫ്രിക്കയിലുണ്ട്. അറേബ്യൻ മരുഭൂമിയും താർ മരുഭൂമിയും ഏഷ്യയിലുണ്ട്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയയിൽ. തെക്കേ അമേരിക്കയിലാണ്. മെഹവ് എവിടെയാണ്? വടക്കേ അമേരിക്കയിലോട്ടുമാണ് പോയത്. അതായത് അവിടെ ഇനി അർദ്ധഗോളങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് ഉഷ്ണ മരുഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്? 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അപ്പൊ ഈ പറഞ്ഞ വൻകരകളുടെ ഒക്കെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. മരുഭൂമി കൂടുതലാണ്. രാത്രി താപം വളരെ കുറവാണ്. ഉഷ്ണകാലം ചൂടുള്ളതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. എവിടെ? മരുഭൂമിയിൽ. മഴ തീരെ കുറവാണ് മരുഭൂമിയിൽ. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് മഴ തീരെ കുറവാണ്. അപ്പൊ ഇനി അടുത്തത് ഏതൊക്കെയാണ്? കള്ളിമുൾ ചെടിയും അക്വേഷ്യ മരങ്ങളുമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഉഷ്ണ മരുഭൂമിയിലെ പ്രധാന സസ്യജാലങ്ങളാണ് കള്ളിമുൾ ചെടിയും അക്വേഷ്യ മരങ്ങളും. ഇതിൽ ഈ കള്ളിമുൾ ചെടിയിൽ വെള്ളം സംഭരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതായത് മരുഭൂമിയിൽ വല്ലപ്പോഴൊക്കെ മഴ പെയ്യും. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് എന്താണ് കള്ളിമുൾ ചെടിയിൽ വെള്ളം സംഭരിക്കപ്പെടും. അപ്പൊ ഈ മരുഭൂമിയിലൊക്കെ അകപ്പെടുന്നവരൊക്കെ ഈ കള്ളിമുൾ ചെടി മുറിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കലുണ്ട്. എന്തെങ്കിലും ഇപ്പോ വെള്ളം തീർന്നു പോയാലോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു സംഭവം കൊണ്ട് ഉപകാരപ്പെടലുണ്ട് കേട്ടോ. അതൊരു അറിവാണ്, നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോ എന്താ ഒന്നും കൂടി നോക്കാം. എന്താണ് ഉഷ്ണ മരുഭൂമികള്, അതിൽ മരുഭൂമികളും വൻകരകളുമാണ്. സഹാറ, കലഹാരി ഇവര് രണ്ടുപേരും ആഫ്രിക്കയില്. അറേബ്യൻ മരുഭൂമിയും താർ മരുഭൂമിയും ഏഷ്യയില്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയയില്. അറ്റാക്കാമ തെക്കേ അമേരിക്കയില്. മെഹബു വടക്കേ അമേരിക്കയില്. അടുത്തത് 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനമുള്ളത്. മരുഭൂമികളിലെ എന്തൊക്കെയാണ്? പകൽ താപം വളരെ കൂടുതലാണ്, രാത്രി താപം വളരെ കുറവാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾ ചെടികളും അക്വേഷ്യ മരങ്ങളും. ഈ ഒരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കുറച്ച് ഫാക്ട്സ് കൂടി ഉണ്ട് കേട്ടോ. ഇനി ഉഷ്ണ മരുഭൂമികളിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ അനുകൂലങ്ങളുള്ള എന്താണ് ഉതകുന്ന അനുകൂലനങ്ങളുള്ള പ്രധാന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേള്, പല്ലി വർഗ്ഗങ്ങൾ. ഇവയൊക്കെ എന്താണ് ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കാൻ കഴിയുന്നവയാണ് കേട്ടോ. ഉഷ്ണ മരുഭൂമികളിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള പ്രധാന ജന്തുവർഗ്ഗങ്ങളാണ് ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേള്, പല്ലി വർഗ്ഗങ്ങളൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും പാമ്പ് എന്ന് പറയുന്ന സാധനമൊക്കെ മരുഭൂമിയിൽ ഉണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും എന്താണ് സോറി വിഷമുള്ള പാമ്പുകൾ ഇതിലുണ്ട്, ഇവിടെ മരുഭൂമികളിലുണ്ട്. കടിച്ച സ്പോട്ടിൽ ഡെത്ത് ആവുന്ന തരത്തിലുള്ള പാമ്പുകളും മരുഭൂമികളിൽ ഉണ്ട് കേട്ടോ. അതായത് ഓരോ ഇതിലും ഇപ്പൊ തണുപ്പില് ഇപ്പൊ ഇവിടെ പെൻഗ്വിനുകൾ അതിജീവിക്കുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അവർക്ക് അവിടെ വിട്ട് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെൻഗ്വിനുകളൊക്കെ നമ്മുടെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചത്തൊക്കെ പോകും. അതിനനുസരിച്ചുള്ള കാലാവസ്ഥ എന്താണ് ഒരുക്കി കൊടുക്കണം. കാരണം
അവരുടെ ബോർഡ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പോലും അങ്ങനെയാണല്ലോ. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നവർ പെട്ടെന്ന് അന്റാർട്ടിക്കയിൽ പോലും, അന്റാർട്ടിക്കയിൽ ആരും ജീവിക്കൊന്നുമില്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, അന്റാർട്ടിക്കയിൽ പോയിട്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അന്റാർട്ടിക്ക വേണ്ട, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പം കാശ്മീർ പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ഇവിടെ ഒരു മിതമായ തണുപ്പിലും മിതമായ ചൂടിലും ജനിച്ചു വളർന്നവരാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കാശ്മീരും അവിടെയൊക്കെ ലഡാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അധികവും തണുപ്പാണല്ലോ അവിടെയൊക്കെ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് എന്താ ആ ഒരു അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മുടെ ബോഡി അതിനോടൊന്ന് ഇണങ്ങി ചേരാൻ ഒരു ടൈം എടുക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ജന്തുവർഗ്ഗങ്ങൾക്കും ഉള്ളത് കേട്ടോ. അതായത് അവർ ആ ഒരു സാഹചര്യത്തിൽ വളർന്നു ജീവിച്ചു പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ വേറെ എങ്ങോട്ടെങ്കിലും പറിച്ചു നടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചത്തുപോകും. അതല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു ക്ലൈമറ്റ് കൊണ്ട് പല കുഴപ്പങ്ങളും ക്ലൈമറ്റ് മാറിയത് കൊണ്ട് പല അസുഖങ്ങളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ മരുഭൂമിയിൽ മാത്രം നിലനിൽക്കുന്ന, അതായത് ജീവിക്കുന്ന പാമ്പു വർഗ്ഗങ്ങളുണ്ട്. അതിനെ മരുഭൂമിയിൽ നിന്ന് പറിച്ചു നട്ട് വല്ല കാടുകളിൽ കൊണ്ടിട്ട് ചിലപ്പോൾ അത് ജീവിച്ചു എന്ന് വരൂല. അപ്പൊ അങ്ങനെയാണ് ഉഷ്ണ മരുഭൂമികളിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള പ്രധാന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പു വർഗ്ഗങ്ങൾ, തേള്, മരുഭൂമിയിലെ തേളൊക്കെ ഭയങ്കര വിഷമുള്ളതാണ്. ഈ ചാനൽ നാഷണൽ ജിയോഗ്രഫി ചാനലൊക്കെ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ മരുഭൂമിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതും അതിന് ചുറ്റും കുറച്ച് സസ്യങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നതും ഒക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളുണ്ട്, അതാണ് മരുപ്പച്ച. ആടുജീവിതം കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, അതില് മരുപ്പച്ച കാണിക്കുന്നുണ്ട്. അവർ കുറെ ദൂരം മരുഭൂമിയിലൂടെ നടന്ന് പോയിട്ട് പിന്നെ ലാസ്റ്റ് വെള്ളം കാണുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതാണ് മരുപ്പച്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം കാലാവസ്ഥ മേഖലകൾക്ക് ഉദാഹരണം ഏതാണ്? ആഫ്രിക്കയിലെ നൈൽ നദീതടമാണ്. ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം ആഫ്രിക്കയിലെ നൈൽ നദീതടമാണ്. നൈൽ നദീതടങ്ങളിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷി, കന്നുകാലി വളർത്തലൊക്കെയാണ് കേട്ടോ. അപ്പൊ നൈൽ നദീതടങ്ങളിൽ മനുഷ്യർ പ്രധാനമായിട്ടും എന്ത് ചെയ്താണ് ഉപജീവന മാർഗം നയിക്കുന്നത്? കൃഷി, കന്നുകാലി വളർത്തലൊക്കെ ചെയ്തിട്ടാണ്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് എന്താണ്? നൈൽ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതെ, നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈലാണ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഒരാളെ പഠിക്കുന്നതിന് മുന്നേ ഇതൊന്നും കൂടി നമുക്ക് ഇതാക്കാം. അപ്പൊ ഉഷ്ണ മരുഭൂമികളിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള പ്രധാന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പു വർഗ്ഗങ്ങൾ, തേള്, പല്ലി വർഗ്ഗങ്ങളൊക്കെയാണ്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താ? മരുപ്പച്ചകൾ എന്നാണ്. ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജലവാസ മേഖലകൾക്ക് ഉദാഹരണം എന്താണ്? ആഫ്രിക്കയിലെ നൈൽ നദീതടമാണ്. നൈൽ നദീതടങ്ങളിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷി, കന്നുകാലി വളർത്തൽ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് എന്താ? ഈജിപ്തിന്റെ ജീവ എന്നറിയപ്പെടുന്നത് എന്താണ്? നൈൽ നദിയാണ് കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഒട്ടകത്തെ കെട്ടിക്കോ അല്ലെ. നമുക്കിനി ഒട്ടകത്തെ പോയിട്ട് നോക്കാം, എന്താണ് ഒട്ടകം. ഒട്ടകം മരുഭൂമിയിലെ പ്രധാന മൃഗമാണെന്ത്? നമ്മുടെ ഒട്ടകം. ഒട്ടകത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? രാജസ്ഥാനിലൊക്കെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെയും ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ ഒട്ടകത്തെ കൊണ്ടുവന്ന് സഫാരി നടത്തലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കുതിര സഫാരി ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അതേപോലെ ഒട്ടകത്തെ കൊണ്ടുവന്ന് പലരും സഫാരികളും കാര്യങ്ങളൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, അപ്പൊ കേട്ടിട്ടുണ്ട് കേട്ടോ. കുതിരനെ കണ്ടിട്ടുണ്ട് സഫാരി നടത്തുന്നത്. അപ്പം മരുഭൂമിയിലെ പ്രധാന മൃഗം എന്താണ്? ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒട്ടകമാണ്. മരുഭൂമിയിലെ കപ്പൽ എന്താണ്? ഒട്ടകം. അതായത് ഒട്ടകത്തിന്റെ രൂപത്തിലുള്ള കപ്പലല്ല കേട്ടോ, ശരിക്കും ഒട്ടകത്തിന് നൽകുന്ന ഒരു വിശേഷണമാണ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്.
ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. അപ്പൊ എന്താ, ഒട്ടകം വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഒട്ടകത്തിന്റെ ശരീരത്തിൽ അത് സംഭരിച്ചു വെക്കുന്നുമുണ്ട്. അതായത് വെള്ളം അത് എന്താണ് ആവശ്യമില്ലാതെ വെറുതെ എന്താണ് യൂറിൻ പാസ് ചെയ്തൊന്നും കളയില്ല. പകരം എന്താ, അത് സംഭരിച്ചു വെക്കുക. അത് സംഭരിച്ചു വെക്കുന്ന ഭാഗമാണ് അതിന്റെ ആ മുതുകത്തൊരു മുഴ കാണൂലേ, അവിടെയാണ് അതിന്റെ കൊഴുപ്പുകളും ശരീരത്തിന് ആവശ്യമായ എന്താണ് ജലവും ഒക്കെ അത് സംഭരിച്ചു വെക്കുന്നത്. അതിന് എനർജി വേണം, കാരണം അത് മരുഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല എനർജി ആവശ്യമാണ്. അപ്പോ എന്താണ് അതിന് എന്താണ് അത് ജനിച്ചിട്ടുള്ള ഒരു എന്താണ് ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. അതായത് എന്താ, വെള്ളവും കൊഴുപ്പും ഒക്കെ സംഭരിച്ച് കുറച്ചു നാൾ ഇങ്ങനെ കൊണ്ടു നടക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇപ്പൊ 2 ദിവസമൊക്കെ വെള്ളം കുടിക്കാതിരുന്നാലും അത് അതിജീവിക്കും. അപ്പൊ ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. പിന്നെ ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണ്ണിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഈ രാജസ്ഥാനിലും അതല്ലാതെ തന്നെ മറ്റ് മരുഭൂമികളിലൊക്കെ എന്താണെന്ന് അറിയോ, ഈ മണൽക്കാറ്റുകൾ വീശും. മണൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാറ്റ് വീശുമ്പോൾ എന്താ, നമുക്ക് നല്ലൊരു തണുപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ കിട്ടുന്നത്. കൊടുങ്കാറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മിതമായിട്ടുള്ള രീതിയിലുള്ള കാറ്റുകളാണ് കേട്ടോ. പക്ഷെ ഈ മരുഭൂമിയിൽ കാറ്റടിച്ചാൽ എന്താ, ഫുള്ള് മണ്ണാണ്. അപ്പൊ മരുഭൂമിയിൽ കാറ്റും കൂടി അടിച്ചാൽ എന്താ, ഈ മണ്ണ് പറന്നങ്ങട്ട് വരും. അപ്പോ എന്താണ്, ഈ രാജസ്ഥാനിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ ഇങ്ങനെ ഈ രാജസ്ഥാനിൽ ക്യാമ്പ് ചെയ്യുന്നവർ, മരുഭൂമിയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ചെയ്യുന്നവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത്, എസ്പെഷ്യലി പട്ടാളക്കാരൊക്കെ ആണെങ്കിൽ കേട്ടോ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയത്ത് എന്താണ്, ഈ മണൽക്കാറ്റ് വീശിയാല് എന്താണ്, ഇത് ഇങ്ങനെ അങ്ങോട്ട് വീശി ഇങ്ങോട്ട് ഒരു പോക്ക് ഇങ്ങോട്ട് പോകും. പിന്നെ അവർ അവരുടെ ഭക്ഷണത്തിലേക്ക് നോക്കുമ്പോൾ ഭക്ഷണം മുഴുവനും മണല് നിറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതിനുള്ള പ്രിക്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതായത് ഈ എന്താണ് മണൽക്കാറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഈ ഒട്ടകത്തിന് എന്താ കൊടുത്തിട്ടുള്ളത്, ഇരട്ട കൺപോളകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നീണ്ട കൺപീലികളും. നമുക്കും ഉണ്ടല്ലോ കൺപീലി. നമ്മുടെ കൺപീലി എന്തിനാണ് സത്യം പറഞ്ഞാൽ, നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല കൺപീലി. നമ്മ ഇങ്ങനെ ഇതേപോലെ തന്നെ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ പറന്നു വരുന്ന സമയത്ത് ഒരു പരിധി വരെ നമ്മുടെ കൺപീലികൾ നമ്മളെ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും കണ്ണിന്റെ ഉള്ളിലേക്ക് പോകുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ, അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കൈയൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുമല്ലോ. എന്നാൽ ഒരു പരിധി വരെ പൊടിപടലങ്ങൾ നമ്മുടെ കണ്ണുകളിലേക്ക് വരാതെ സംരക്ഷിക്കുന്നത് കൺപീലികളാണ്. അപ്പൊ എന്താണ് ഒട്ടകം? മരുഭൂമിയിലെ പ്രധാന മൃഗമാണ് ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നു. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ഇരട്ട കൺപോളകളും കാറ്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അപ്പോ നമുക്കൊക്കെ കൺപോളയുണ്ട്, പക്ഷെ ഒട്ടകത്തിന് എന്താ, ഇരട്ട കൺപോളകളാണ് ഉള്ളത്. പിന്നെ നീണ്ട കൺപീലികളാണ് ഉള്ളത്. ഒട്ടകത്തിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. വളരെ മനോഹരമായ കണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ. അപ്പം അടുത്തത്, മഞ്ഞുരുകാത്ത നാട്ടിൽ. നമ്മുടെ ഇവിടെ മഞ്ഞുരുകാത്ത നാടുകളുണ്ട്, മഞ്ഞുരുകി പോവാതെ ഉള്ള നാടുകളും ഉണ്ട്. അപ്പൊ എന്താണ് നോക്കാം, മഞ്ഞുരുകാത്ത നാട്ടിൽ എന്താ, ഇങ്ങോട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് എന്ത്, ഇഗ്ലു എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഗോത്രവർഗക്കാര് മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത്, അതായത് തണുപ്പ് കാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഇഗ്ലു ഹൗസ് എന്നൊക്കെ പറയും കേട്ടോ. അത് കാണാൻ വളരെ മനോഹരമാണ്. അവര് മഞ്ഞുകട്ടയൊക്കെ നമ്മളെ ഈ ഇഷ്ടിക കഷ്ണം പോലെ എന്താണ് ഉണ്ടാക്കിയെടുത്ത് എന്താണ് അതുകൊണ്ട് ഇങ്ങനെ എന്താണ് അടുക്കി വെച്ചിട്ട് എന്താ ഇതേപോലെ ഓരോ ചെറിയ ചെറിയ അട്ടുകൾ പോലെ ഉണ്ടാക്കും. അട്ടിനെക്കാട്ടിലും ചെറുതായിരിക്കും ഇഗ്ലൂ എന്ന് പറയുന്ന കഷ്ണിച്ചോ 1-2 ആൾക്കാർക്ക് മാത്രം അതിൽ താമസിക്കാൻ കഴിയും. അങ്ങനെ അതാണ് ഇഗ്ലൂ ഹൗസ്. ഇഗ്ലൂ ഹൗസിലൊക്കെ താമസിക്കാൻ കൗതുകമുള്ളവരൊക്കെ ഉണ്ടാകും. അടുത്തത്, തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ എന്താണ് കല്ലുകളും തുകലും ഉപയോഗിച്ച്
എന്താ ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവർ ആരാണ്? ഇനിയൂട്ടുകളാണ്. അപ്പൊ ഇവര് എന്താണ് ഈ മഞ്ഞകട്ട കൊണ്ട് മാത്രമല്ല വീടുണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? തിമിംഗലത്തിന്റെ എല്ലും, ചത്ത തിമിംഗലത്തിന്റെ എല്ലും തോലും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടായിരിക്കാം. തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവർ ആരാ? ഇനിയൂട്ടുകളാണ്. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. വർഷത്തിൽ തുടർച്ചയായിട്ട് 6 മാസക്കാലം എന്താ ഇവർക്ക് പകലാണ്. അപ്പൊ അവർക്ക് അവിടെ രാത്രി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. രാത്രി ഉണ്ട്, പക്ഷെ എപ്പോഴും വെളിച്ചം ഉണ്ടാവും. അപ്പൊ 6 മാസത്തോളം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. അപ്പൊ 6 മാസം പകലും പിന്നെ ബാക്കിയുള്ള മാസങ്ങളിൽ എന്താ രാത്രിയുമാണ്. രാവിലെ തൊട്ട് രാത്രി വരെ. നമുക്കിവിടെ രാവിലെ തൊട്ട് രാത്രി വരെ എന്ന് പറയുന്നത് അവർക്ക് രാവിലെ തൊട്ട് രാത്രി വരെ പകലും, പിന്നെ രാവിലെ തൊട്ട് 6 മാസത്തിന് ശേഷം രാവിലെ തൊട്ട് രാത്രി വരെ രാത്രിയുമാണ്. അപ്പൊ ഇനിയൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധി എന്താ? മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ്. അപ്പൊ ഇനിയൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗോത്രവർഗ്ഗക്കാര് പ്രധാനമായിട്ടും എന്താണ് അവരുടെ ജീവിതോപാധി നടത്തുന്നത് മൃഗവേട്ട ചെയ്തും മത്സ്യബന്ധനം നടത്തിയിട്ടുമാണ്. ഇനിയൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ എന്തൊക്കെയാണ്? സീല്, റെയിൻഡിയർ, ഹിമക്കരടി. ഈ അതായത് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടിയിരുന്ന മൃഗങ്ങളാണ് സീലും റെയിൻഡിയറും ഹിമക്കരടിയും ഒക്കെ. ഈ ഇത്രയും ജന്തുക്കളൊക്കെ അവർ വേട്ടയാടി പിടിക്കുമായിരുന്നു. വളർത്തു നായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ ആണ് ഇനിയൂട്ടുകൾ സഞ്ചരിക്കുന്നത്. വളർത്തു നായ്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജ്, അതിങ്ങനെ പരന്നായിരിക്കും ഇരിക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇവര് കയറിയിരിക്കും. ആ പരന്ന സാധനത്തിന്റെ സ്ട്രെച്ചിൽ കയറിയിട്ട് ഇവരിയ്ക്കും. എന്നിട്ട് ഈ പട്ടിയുടെ കഴുത്തിൽ നമ്മുടെ കുതിരവണ്ടിയൊക്കെ പോലെ, പക്ഷെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അതായത് പരന്നായിരിക്കും ഇരിക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇവർ കയറി ഇരിക്കോ നിൽക്കോ എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് വളർത്തുനായുടെ കഴുത്തിൽ തൊടലിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കൊടയും പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ഈ നായകള് ഇവരെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അപ്പൊ വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിലാണ് ഇനിയൂട്ടുകൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, ഈ നായകൾക്ക് എങ്ങനെ മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നത്? അത്രയ്ക്ക് ഭീമാകാരമായിട്ടുള്ള നായകളായിരിക്കും, ചെറിയ ന്യൂട്ടൻ നായകളല്ല. അപ്പൊ എന്താണ് ഇനി ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66 വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖല എന്താ പറയുന്നത്? തുന്ദ്ര മേഖല. തുത്ര മേഖല കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66 വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയ്ക്ക് പറയുന്നത് എന്താണ്? തുന്ദ്ര മേഖല. തുന്ദ്ര കാലാവസ്ഥ മേഖല കാണപ്പെടുന്ന വൻകരകൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയും യൂറോപ്പും ഏഷ്യയുമാണ്. അപ്പം തുന്ദ്ര കാലാവസ്ഥ മേഖല കാണപ്പെടുന്ന വൻകരകൾ ഏതാ? വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ഇവിടങ്ങളിലാണ്. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജലവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. അതായത് തണുത്ത മരുഭൂമിയാണ്, തണുപ്പുകളുടെ മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചൂടാണ്, പക്ഷെ ശീത മരുഭൂമികളും ഉണ്ട്. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസങ്ങളിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം എന്ന് പറയുന്നത്. ഇപ്പൊ ജൂൺ മാസങ്ങളിൽ അപൂർവമായിട്ട് അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ മാസം, നമ്മുടെ ഇവിടെ ജൂൺ മാസങ്ങളിൽ തണുപ്പായിരിക്കുമല്ലോ, മഴയും തണുപ്പും ഒക്കെ ആയിരിക്കുമല്ലോ. ആ ഒരു ഭാഗത്ത് ജൂൺ മാസങ്ങളിൽ ചൂടായിരിക്കും വരുന്നത്. അപ്പൊ ജൂൺ മാസങ്ങളിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. പിന്നെന്താ പറയുന്നത്? തുന്ദ്ര മേഖലയിലെ മുഖ്യ സസ്യവർഗങ്ങൾ എന്താണ്? പന്നലും പായലും. ഇത് രണ്ടുമാണ്. തുന്ദ്ര മേഖലയിലെ മുഖ്യ സസ്യവർഗങ്ങളാണ് പന്നലും പായലും. തുന്ദ്ര മേഖലയിലെ പ്രധാന ജന്തുവർഗങ്ങളാണെങ്കിലോ ധ്രുവക്കരടികൾ. ധ്രുവക്കരടികൾ എന്ന് പറഞ്ഞാൽ വെളുത്ത കരടികൾ ഇല്ലേ, അതാണ് കേട്ടോ ധ്രുവക്കരടികൾ. റെയിൻഡിയർ, തിമിംഗലം, സീല്, മത്സ്യങ്ങളൊക്കെ. അപ്പൊ തുന്ദ്ര മേഖലയിലെ പ്രധാന ജന്തുവർഗങ്ങൾ ഏതാ? ധ്രുവക്കരടികൾ, റെയിൻഡിയർ, തിമിംഗലം, സീല്, മത്സ്യങ്ങൾ ഇവയൊക്കെയാണ്. ഭൂമിയിലെ താപീയ മേഖലകൾ ഏതൊക്കെയാണ്? ശൈത്യമേഖല, മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല. ഏതൊക്കെയാണ് ഭൂമിയിലെ താപീയ മേഖലകൾ? ശൈത്യമേഖല, മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി
തിരിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത്? ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥ മേഖലകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ വ്യത്യസ്ത കാലാവസ്ഥ മേഖലകൾ എന്താന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊന്നും കൂടി ഈ ഒരു ഭാഗം നോക്കാം. എന്താണ് ഇനിയൂട്ടുകളൊക്കെ ചെയ്യുന്നത്? തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവരാണ് ഇനിയൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. ഇനിയൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധി എന്താണ്? മൃഗവേട്ട, മത്സ്യബന്ധനം. ഇനിയൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ ഏതാ? സീൽ, റെയിൻഡിയർ, ഹിമക്കരടി ഇവയൊക്കെയാണ്. വളർത്തുനായ്ക്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിലാണ് ഇനിയൂട്ടുകൾ സഞ്ചരിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖല ഏതാ? തുന്ദ്ര മേഖല. തുന്ദ്ര കാലാവസ്ഥ മേഖലയിൽ കാണപ്പെടുന്ന വൻകരകൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസങ്ങളിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. തുന്ദ്ര മേഖലയിൽ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പന്നൽ, പായൽ. തുന്ദ്ര മേഖലയിലെ പ്രധാന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ധ്രുവക്കരടികൾ, റെയിൻഡിയർ, തിമിംഗലം, സീല്, മത്സ്യങ്ങൾ. ഭൂമിയിലെ താപീയ മേഖലകൾ ഭൂമിയിലെ താപീയ മേഖലകൾ ഏതൊക്കെയാണ്? ശൈത്യമേഖല, മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥ മേഖലകളുണ്ട്. അപ്പൊ ഈ വ്യത്യസ്ത കാലാവസ്ഥ മേഖലകൾ രൂപപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങൾ എന്താ നോക്കാം. എന്താണ് കാരണങ്ങൾ? ഒരു ഭൂഭാഗത്തിന്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു ഭൂഭാഗത്തിന്റെ സ്ഥാനം, പിന്നെ സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇവയൊക്കെയാണ് കേട്ടോ. ഇനി കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെട്ട താപീയ മേഖലകൾ ഏതൊക്കെയാണ്? കാലാവസ്ഥ മേഖലയും അതിന്റെ താപീയ മേഖലകളുമാണ്. കാലാവസ്ഥ മേഖലയാണ് ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? താപീയ മേഖലയാണ് ഈ റെഡിൽ കാണുന്നത് കേട്ടോ. മധ്യരേഖ കാലാവസ്ഥ മേഖലയും പിന്നെ ഉഷ്ണമരുഭൂമികളും എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. മധ്യരേഖ കാലാവസ്ഥ മേഖലയും ഉഷ്ണമരുഭൂമികളും ഉഷ്ണമേഖലയിലാണ്. തുന്ദ്ര മേഖലയിൽ എന്താണ്? ശൈത്യ മേഖലയാണ്. നമ്മൾ പഠിച്ചില്ല തുന്ദ്ര എന്ന് പറയുന്നത് ഒരു ശൈത്യ മരുഭൂമിയാണ് എന്നുള്ളത്. അപ്പം കാലാവസ്ഥ മേഖലയും താപീയ മേഖലയും ഏതാണ്? മധ്യരേഖ കാലാവസ്ഥ മേഖലയിലെയും പിന്നെ ഉഷ്ണ മരുഭൂമികളും ഉഷ്ണമേഖലയിലാണ്. തുന്ദ്ര മേഖലയിൽ എന്താ? ശൈത്യ മേഖലയാണ് കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് ഇവിടെ തീർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിൾ അല്ല. ഈ രേഖാംശവും അക്ഷാംശവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നൊക്കെ പറയാൻ കുറെ കടപ്പുണ്ട്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം പഠിക്കാന്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. മാത്രമല്ല മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യും. തെറ്റിക്കോട്ടെടാ, തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുമല്ലോ. അപ്പൊ തെറ്റിക്കോട്ടെ, പക്ഷെ തെറ്റുമെന്ന് കരുതി നിങ്ങളത് ചെയ്യാതിരിക്കരുത്. ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശ്രമിച്ചാൽ വിജയം ചിലപ്പോൾ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.